പോസിറ്റിവിറ്റി എന്നൊരു സംഗതിയുണ്ട്. വിഷലിപ്തമായ സച്ചിന്ത എന്ന് മലയാളത്തിൽ പറയാം. ലോകത്ത് നടക്കുന്ന തിന്മകൾക്കും അനീതികൾക്കും നേരെ കണ്ണടയ്ക്കുകയും സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതിനെയാണ് വിഷലിപ്തമായ സച്ചിന്ത എന്ന് വിളിക്കുന്നത്. ബാബറി മസ്ജിദ് തകർത്തതും ഗുജറാത്ത് കലാപവും ഒക്കെ പാഠപുസ്തകത്തിൽ നിന്നും നീക്കിയ ശേഷം NCERT ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനി പറഞ്ഞതും അതാണ് എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നത്. പോസിറ്റീവായി ചിന്തിക്കുന്ന കുട്ടികളെ സൃഷ്ടിക്കാനാണ് നെഗറ്റീവായ കാര്യങ്ങൾ നീക്കം ചെയ്തത് എന്നാണ് വിശദീകരണം. മറച്ചുവെച്ചും ഒളിച്ചുവെച്ചും എങ്ങനെയാണ് ലോകത്തെക്കുറിച്ച് ധാരണയുള്ള തലമുറയെ സൃഷ്ടിക്കുക? സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. ഏതാണ് ആ 3 താഴികക്കുടങ്ങളുള്ള മന്ദിരം? 3 പതിറ്റാണ്ട് മുൻപ് NS മാധവൻ പ്രവചനാത്മകമായി എഴുതിയ ചെറുകഥയാണ് തിരുത്ത്. മസ്ജിദ് തകർത്തു എന്ന വാർത്തയെ തർക്കമന്ദിരം തകർക്കപ്പെട്ടു എന്ന് തിരുത്തേണ്ടി വരുന്ന വാർത്താമുറിയുടെ സംഘർഷമാണ് ആ കഥ. ഇപ്പോൾ NCERT പാഠപുസ്തകത്തിൽ ഒന്നല്ല, പല തിരുത്തുകളാണ് വരുത്തിയിരിക്കുന്നത്. 12ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം ബാബറി മസ്ജിദിനെ വിശേഷിപ്പിക്കുന്നത് 3 താഴികക്കുടങ്ങളുള്ള ഒരു കെട്ടിടമെന്നാണ്. വിശേഷണം അങ്ങനെ മാറ്റിയതിലൂടെ എന്തറിവാണ് കുട്ടികൾക്ക് നൽകുന്നത് എന്നാണ് ഉയരുന്ന ചോദ്യം. സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് BJP നടത്തിയ രഥയാത്ര, കർസേവകരുടെ ഇടപെടൽ, BJP ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണം, ഇതെല്ലാം കഴിഞ്ഞ വർഷം വരെ പഠിച്ച കുട്ടികൾ അറിഞ്ഞു. ഈ വർഷം മുതൽ പുസ്തകത്തിൽ ഇതൊന്നുമില്ല. ഇത് മാത്രമല്ല, അയോധ്യയിലെ സംഭവങ്ങളിൽ BJP മാപ്പ് പറഞ്ഞത് കഴിഞ്ഞ വർഷം വരെയുള്ള പുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ വർഷം മുതൽ അതുമില്ല. പാഠപുസ്തകത്തിൽ ആകെയുള്ളത് 3 താഴികക്കുടങ്ങളുള്ള ഒരു കെട്ടിടം തകർത്ത വാർത്തയാണ്. അതിൽ നിന്ന് കുട്ടികൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മുക്കാൽ സത്യവും മൂടിവെച്ചാൽ കുട്ടികൾ കൂടുതൽ സംശയാലുക്കളാവുകയല്ലേ ചെയ്യുക? ഇതാണ് ഒരു വിഭാഗം വിദ്യാഭ്യാസ വിദഗ്ധർ ഉയർത്തുന്ന ചോദ്യവും. രാമജന്മഭൂമിക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധി വന്നു. ആ സാഹചര്യത്തിൽ അതിന് മുൻപ് നടന്നതിനൊന്നും പ്രസക്തിയില്ല. ഇതാണ് NCERT ഡയറക്ടർ പറയുന്നത്. ആറ്റൻബറോ 1982 സിനിമ പുറത്തിറക്കിയ ശേഷമാണ് ഗാന്ധിജിയെ ലോകമറിഞ്ഞത് എന്ന് പറയുന്നത് പോലൊരു സംഭവമല്ലേ ഈ വാദവും? ഇങ്ങനെ ചോദിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ലോകമെങ്ങും നിറഞ്ഞു നിന്ന ഗാന്ധിജിയുടെ ജീവിതം കേൾക്കുന്നവർക്ക് മുന്നിൽ അതോടെ റദ്ദാക്കപ്പെടുകയാണ്. 3 താഴികക്കുടങ്ങളുള്ള ആ കെട്ടിടത്തിൽ അതിനു മുൻപ് എന്താണ് നടന്നത് എന്ന സ്വാഭാവിക സംശയം കുട്ടികൾക്കുണ്ടാകില്ലേ? അവരോട് ക്ലാസ് മുറികളിൽ അധ്യാപകർ എന്ത് പറഞ്ഞു കൊടുക്കണം? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞ് വായടപ്പിക്കുകയാണോ വേണ്ടത്? അശ്ലീല പുസ്തകങ്ങൾ വിലക്കുന്നത് പോലെ മറച്ചു വയ്ക്കേണ്ടതാണോ ഈ ചരിത്ര സത്യങ്ങൾ? കഴിഞ്ഞ വർഷം വരെ പഠിച്ച കുട്ടികൾ വായിച്ച തലക്കെട്ട് ഇങ്ങനെയാണ്: രാഷ്ട്രീയ ശാക്തീകരണത്തിനായി രാമജന്മഭൂമി പ്രസ്ഥാനത്തെയും അയോധ്യയിലെ നശീകരണത്തെയും എങ്ങനെ ഉപയോഗിച്ചു? ആ തലക്കെട്ടിനെ ഇപ്പോൾ എന്താണ് രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം എന്ന് മാത്രമാക്കി ചുരുക്കി. പോസിറ്റീവ് ചിന്ത കൊണ്ടുവരാനായി നശീകരണം ഒഴിവാക്കി എന്നാണ് വിശദീകരണം. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഒരു വിഭാഗത്തെ വേദനിപ്പിച്ച നശീകരണം ഒഴിവാക്കുക, ശേഷം മറുവിഭാഗത്തെ ആവേശം കൊള്ളിച്ച പ്രസ്ഥാനത്തെക്കുറിച്ച് മാത്രം പറയുക. ഇന്ത്യയിൽ ഇരുവിഭാഗത്തിനും പ്രത്യേക ക്ലാസ് മുറികളല്ല, വെവ്വേറെ സിലബസുകളുമല്ല. എല്ലാവരും പഠിക്കേണ്ടത് ഒരേ പാഠമാണ്. അവിടെ ആരുടെ പോസിറ്റിവിറ്റിയെ കുറിച്ചാണ് NCERT ഡയറക്ടർ ഈ ചോദിക്കുന്നത്? ഇങ്ങനെ ഒരു ചോദ്യമാണ് വിദ്യാഭ്യാസ വിദഗ്ധർ ഉയർത്തുന്നത്. കഴിഞ്ഞ വർഷം വരെ പഠിച്ചവരുടെ പാഠപുസ്തകത്തിൽ മറ്റൊരു ഭാഗവും ഉണ്ടായിരുന്നു. 11ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ തിയറി പുസ്തകത്തിൽ പേജ് നമ്പർ 112. 2002 ഗുജറാത്തിലെ ഗോദ്ര അനന്തര കലാപത്തിൽ 1000-ലേറെ പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഏറെയും മുസ്ലിങ്ങളായിരുന്നു. ഇങ്ങനെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പാഠഭാഗം. അത് പുതിയ പുസ്തകത്തിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട്. 1000 പേർ കൊല്ലപ്പെട്ട ഒരു കലാപത്തെക്കുറിച്ച് അറിയാതെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രം എങ്ങനെയാണ് പഠിക്കുക? മറച്ചുവച്ചതുകൊണ്ട് ഇല്ലാതാകുമോ വംശഹത്യകളുടെ വേദന?
ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ ആക്രമണങ്ങളും കൊലപാതകങ്ങളും കൊള്ളയും പഠിച്ചു തന്നെ വളർന്നു വന്ന തലമുറയാണ് നമ്മുടേത്. അതിന്റെ പേരിൽ നാം ബ്രിട്ടന് അയിത്തം കൽപ്പിക്കുന്നില്ല. ഇന്ത്യയിലെ യുവജനത ഇന്നും കടന്നു ചെല്ലാൻ മോഹിക്കുന്ന തുരുത്താണ് ലണ്ടൻ. ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അധിനിവേശങ്ങളും ആക്രമണങ്ങളും നടന്നിട്ടുണ്ടാകും. അത് ആ കാലഘട്ടത്തിലെ തലമുറ നടത്തുന്ന തെറ്റാണ്. ആ തെറ്റ് എന്താണ് എന്ന് പഠിക്കുന്നത് വരും തലമുറകൾ അത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയാണ് പോസിറ്റീവായി ചിന്തിക്കുന്ന തലമുറകളെ സൃഷ്ടിക്കുന്നത്. തമസ്കരണം കൊണ്ട് ആരും സത്മാർഗത്തിൽ സഞ്ചരിക്കുകയില്ല എന്നതാണ് ഇതുവരെയുള്ള അനുഭവം. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.